ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന 6 സ്റ്റോക്കുകളാണ്. ഈ 6 സ്റ്റോക്കുകൾ ഇതുവരെ ഇൻവെസ്റ്റേഴ്സിന് ഒരു നഷ്ടവും വരുത്തിയിട്ടില്ല, മറിച്ച് നല്ല ലാഭം വരുത്തിയിട്ടുള്ള സ്റ്റോക്കുകളാണ്. നമുക്ക് ആ സ്റ്റോക്കുകളെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ചാർട്ടും അതുപോലെ തന്നെ ഒരു ഫണ്ടമെൻ്റലി ഒന്ന് ചെറുതായിട്ട് ഒന്ന് നോക്കി വെക്കാം. ബാറ്റ ഇന്ത്യയുടെ ഓൾ ഡേറ്റയുടെ മന്ത്ലി ചാർട്ടും അതുപോലെ തന്നെ ഡെയിലി ചാർട്ടും 1 ഇയർ ഡെയിലി ചാർട്ടും നമുക്കിവിടെ ഒന്ന് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു പോക്ക് മനസ്സിലാകും. ഇതൊരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. 17,396 കോടി ക്യാപിറ്റലുള്ള കമ്പനിയാണ്. ലെതർ സെക്ടറാണ്. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെൻ്റലി വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കടമൊക്കെ വളരെ കുറഞ്ഞ, കടമില്ല എന്ന് തന്നെ പറയാം. 105 കോടി അൺസെക്യൂർഡ് ലോണുണ്ട്. അത് മാത്രമേ ഉള്ളൂ കടം. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുമ്പം അതൊരു കടവേ അല്ല എന്ന് പറയാം. അതുപോലെ തന്നെ സെയിൽ ഗ്രാജുവലി കൂടുന്നുണ്ട്. നമുക്കെല്ലാം അറിയാം, ബാറ്റയുടെ ചപ്പൽസ് മിക്കവരും തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഈ കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മിക്കപ്പോഴും നമുക്ക് സപ്പോർട്ട് ലെവലൊന്നും ഇതിൽ കിട്ടില്ല. ചില സമയത്ത് കിട്ടുന്നുണ്ട്, വല്ലപ്പോഴും വർഷത്തെ ഒന്നോങ്ങാനും വന്നാലായി അതേ ഉള്ളൂ. അപ്പോൾ സപ്പോർട്ട് ലെവലിലൊന്നും കിട്ടില്ല. അതായത് സെയിൽ കുറയുമ്പോഴാണ്, കമ്പനിക്ക് സെയിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു ഗ്രാഫിലൊരു താഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിലൊക്കെ അത് സെയിലുണ്ട്. കാരണം ചപ്പൽസ് ആണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കമ്പനിയുടെ നല്ല പേരുമുണ്ട്, റീസണബിൾ പ്രൈസുമാണ് അതിൻ്റെ പ്രോഡക്ട്സിനൊക്കെ. എനിവേ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പേഴ്സണലി അവരുടെ പ്രോഡക്ട്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറയാം. പക്ഷേ അവരുടെ ആ പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പം എന്താണോ അവരുടെ സെയിൽ കൂടി വരുന്നുണ്ട്. പിന്നെ ഗ്രാഫിലും അത് റിഫ്ലക്റ്റ് ആണ്. അപ്പോൾ നമുക്കൊരു സപ്പോർട്ട് വെച്ച് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓരോ യൂണിറ്റ് ഒരു ഷെയർ 1350 റേഞ്ചിലാണ് ഷെയർ. അപ്പോൾ ഓരോ ഷെയർ ഡെയിലി മേടിക്കാൻ പറ്റുന്നവർക്ക് ഡെയിലി മേടിക്കാം, അല്ലെങ്കിൽ ചെറിയ ഡിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, ആ സമയങ്ങളിൽ മേടിക്കുക. ആഴ്ചയിലൊന്ന് മേടിക്കാം, മാസത്തിലൊന്ന് മേടിക്കാം, ദിവസം വേണമെങ്കിൽ നോക്കിയിട്ട് ഡിപ്പ് ഉണ്ടാകുന്ന ദിവസങ്ങളിൽ മാത്രം മേടിക്കാം. അങ്ങനെ മേടിച്ച് പോവുക. ഒരു മാർജിൻ നമ്മൾ കണക്കാക്കണം. 10%, 15%, എത്രയാണോ നമുക്ക് ലാഭം കിട്ടുന്നത് അന്നേരം മൊത്തം വിറ്റേക്കുക. അന്നേരം എത്ര ഷെയറുകൾ നമ്മുടെ കയ്യിലുണ്ടോ അത് മൊത്തം വിറ്റേക്കുക. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം 5-6 കമ്പനിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞത്. എല്ലാ കമ്പനികളും കൂടി ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. ഇതിനാണെങ്കിൽ ഒരു സ്ട്രിക്റ്റും ഇല്ല. നമുക്കിഷ്ടമുള്ളപ്പം മേടിക്കാം, നമുക്കിഷ്ടമുള്ളപ്പം വിൽക്കാം. ആ ഒരു രീതിയാണ്. SIP മെത്തേഡ് തന്നെയാണിത്. ഇതെനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഈ കമ്പനിക്ക് സ്യൂട്ടായിട്ട് തോന്നി. കാരണം ഇതിനൊരു സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഒന്നുമില്ല. സപ്പോർട്ടിലേക്ക് വരാൻ സാധ്യതയില്ല, വല്ലപ്പോഴും വരുള്ളൂ. അതുപോലെ തന്നെ റെസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഹൈ, ഓരോ മാസവും പുതിയ ഹൈ മെയിൻറ്റെയിൻ ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് അടുത്ത മാസം നെക്സ്റ്റ് ഡേ അങ്ങനെ പോകുന്ന ഒരു ഷെയറായിട്ടാണ് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് ഈ കമ്പനിയിൽ. ലാർജ് ക്യാപ്പൊക്കെ ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇതേ മെത്തേഡ് തന്നെയാണ് ഇനി പറയുന്ന കമ്പനികളിലും അപ്ലൈ ചെയ്യേണ്ടത് എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ മൊത്തം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഒരിക്കലും എൻ്റെ വാക്ക് കേട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, നിങ്ങൾക്കറിയാം, പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ബ്രോക്കറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോടോ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരോടോ ഒക്കെ ചോദിച്ച് അവരുടെ ഉപദേശം നേടി മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഇൻവെസ്റ്റിംഗ് മെത്തേഡ് ഞാൻ ആ ഒരു രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വാച്ച് ചെയ്യാം. ബാക്കിയുള്ള കമ്പനികൾ കൂടി നമുക്ക് വാച്ച് ചെയ്യാം. ആ കമ്പനിയിലും ഈ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ രണ്ടാമത്തെ കമ്പനി ഹാവൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഹാവൽസ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് സെക്ടറിൽപ്പെട്ട കമ്പനിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും. വളരെ നല്ല ഫണ്ടമെൻ്റലുള്ള കമ്പനിയാണ്. 47,439 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ് എന്ന് പറയാം. ആ ഒരു സെക്ടറിൽ, ആ റേഞ്ചിലാണ് വില. കമ്പനിയുടെ ഗ്രാഫ് കണ്ടു നോക്കുക. വലിയ കടമില്ലാത്ത കമ്പനിയാണ്, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു കടവേ കമ്പനിക്കുള്ളൂ. ഈ കമ്പനിയുടെ മന്ത്ലി ചാർട്ടും ഡെയിലി ചാർട്ടും ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ മൂന്നാമത്തെ കമ്പനി ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ്. ഇന്ത്യയിലെ നമ്പർ 1 പെയിൻറ്റ് കമ്പനിയാണ്. വളരെ വലിയ മാർക്കറ്റ് ക്യാപിറ്റലുള്ള പെയിൻറ്റ് കമ്പനിയാണ്. ഏകദേശം
1,42,388 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട് ഈ കമ്പനിക്ക്. 1,485 രൂപയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. കടമൊക്കെ വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരം. ഒരു 125 കോടി ആ ഒരു രീതിയിലുള്ള കടവുള്ളൂ. 121.9 കോടിയാണ് കറക്റ്റായിട്ട്. കഴിഞ്ഞ കൊല്ലം 155 കോടി ഉണ്ടായിരുന്നു. അതിപ്രാവശ്യം അവർ കുറച്ചിട്ടുണ്ട്. ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ഉള്ള കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനിയിൽ ഫ്ലക്ച്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഡിപ്പിലൊക്കെ വാങ്ങുന്ന നന്നായിരിക്കും. എന്നാൽ പോലും ഇതിൻ്റെ ഒരു മന്ത്ലി ചാർട്ട്, ഓൾ ഡേറ്റയുടെ മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ കണ്ടിന്യൂസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇടയ്ക്കിടയ്ക്ക് ഡിപ്പ് വരുന്നുണ്ട്. മിക്കവാറും ഈ പെയിന്റും ഈ സെക്ടർ ആയതുകൊണ്ട് ചില സീസണബിൾ സ്റ്റോക്കായിട്ട് പറയാൻ പറ്റും. ചില സീസണുകളിൽ സെയിൽ കുറയും, നോർമലി സ്റ്റോക്ക് പ്രൈസ് താഴെ പോകും. നമ്മുടെ 4ാമത്തെ കമ്പനിയും ഒരു പെയിൻറ്റ് കമ്പനി തന്നെയാണ്, ബർഗർ പെയിൻറ്റ്. ഏഷ്യൻ പെയിൻറ്റ്സിനെ അപേക്ഷിച്ചിട്ട് ബർഗർ പെയിൻറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ വളരെ കുറവ് കാണിക്കുന്ന ഒരു കമ്പനിയാണ്. 31,178 കോടിയാണ് ബർഗർ പെയിൻറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. എന്നാൽ പോലും പെയിൻറ്റ് സെക്ടറിൽ, പെയിൻറ്റ്സ് ആൻഡ് വാർണിഷ് സെക്ടറിൽ 2ാം സ്ഥാനക്കാരനാണ് ബർഗർ പെയിൻറ്റ്. ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ഉള്ള കമ്പനിയാണ്. ഈ കമ്പനിക്കും കടം വളരെ കുറവാണ്. ഏകദേശം ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനി എന്ന് തന്നെ പറയാം. എന്നാൽ പോലും 151.45 കോടി കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സിന് അതിനേക്കഴിഞ്ഞും ഇതിൻ്റെ ഒരു 3 ഇരട്ടി ക്യാപിറ്റലുള്ള കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ്. പക്ഷേ കടം 121 കോടിയേ ഉള്ളൂ. ഈ കമ്പനിയുടെ ഗ്രാഫും ഒരു ലോങ് ടൈമിലേക്ക് നല്ല പോസിറ്റീവ് ബുൾറണ്ണിലുള്ള ഒരു കമ്പനിയാണ്. പെയിൻറ്റ് സെക്ടർ പരിഗണിക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ് കഴിഞ്ഞിട്ട് പരിഗണിക്കാവുന്ന കമ്പനിയാണ് ബർഗർ പെയിൻറ്റ്സ്. നമ്മുടെ 5ാമത്തെ കമ്പനി ഡിവിസ് ലാബാണ്. ഫാർമാസ്യൂട്ടിക്കൽ സെക്ടറിൽ പെടുന്ന കമ്പനിയാണ് ഡിവിസ് ലാബ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 45,267 കോടി. ഷെയർ പ്രൈസ് 1,707 രൂപയാണ്. ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഡെപ്റ്റ് 78 കോടിയുണ്ട്. കമ്പനിയുടെ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയോട് കിടപിടിക്കുന്ന കടമേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കമ്പനികളെല്ലാം ഇതുവരെ ഇൻവെസ്റ്റേഴ്സിന് ചതിച്ചിട്ടില്ല. അതായത് ഏത് ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണെങ്കിലും അവരെല്ലാം ഇപ്പോൾ പ്രോഫിറ്റിലായിരിക്കും. ബർഗർ പെയിൻറ്റിൽ മാത്രം കുറച്ച് ഡൗൺ കാണുന്നുണ്ട്, കുറച്ച് മാസം ചെറിയൊരു ഡൗൺ കാണുന്നുണ്ട്. പക്ഷേ അതും കുറച്ച് കഴിയുമ്പോൾ അവർ റിക്കവർ ചെയ്തു വരും. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് പുതിയ ഇൻവെസ്റ്റേഴ്സ് വളരെ മോശപ്പെട്ട കമ്പനികളിൽ, ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്തതും ഒരുപാട് കടവുള്ളതും ഒക്കെ ആയിട്ടുള്ള മോശപ്പെട്ട കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി എല്ലാവരോടും അഭിപ്രായം ചോദിക്കുക. അങ്ങനെ ഇഷ്ടമുള്ള ഒരു കമ്പനി തിരഞ്ഞെടുത്ത് അതിലൊരു SIP മോഡൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പല വലിയ കമ്പനികളെപ്പറ്റിയും ചെറിയ കമ്പനികളെപ്പറ്റിയും പറയുകയുണ്ടായി. അതിൽ നോട്ട് ചെയ്ത ഒരു കാര്യം, വലിയ കമ്പനികളെല്ലാം കയറിപ്പോയി എന്നുള്ള, ഒരു കമ്പനി പോലും ഇല്ലാതെ വലിയ കമ്പനി എല്ലാ കമ്പനിയും നല്ല റിട്ടേൺ ഇപ്പോൾ കാഴ്ചവെച്ചു, നല്ല രീതിയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സ്മോൾ ക്യാപ്പ് കമ്പനീസാണ് ഒരനക്കവും ഇല്ലാതെ കിടക്കുന്നത്. ഫണ്ടമെൻ്റലി ഗുഡാണ്, പക്ഷേ ഗ്രോത്ത് വളരെ കുറവാണ്. സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞൊക്കെ ഗ്രോത്ത് കിട്ടിയേക്കാം. ചെറിയ പീരീഡ് ചിലപ്പോൾ ഡബിളും ട്രിപ്പിളും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ കാലങ്ങളോളം അനങ്ങാതെയൊക്കെ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് അതുപോലുള്ള ചെറിയ കമ്പനികളെ ഒഴിവാക്കിയിട്ട് ലാർജ് ക്യാപ്പ് കമ്പനീസ് മാത്രം ഞാനിവിടെ സെലക്ട് ചെയ്തത്. ലാർജ് ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് താരതമ്യ സെക്യൂറാണ്. റിസ്ക് സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ അത്ര ഇല്ല. അതുപോലെ തന്നെ റിട്ടേണും താരതമ്യം കുറവായിരിക്കും. പക്ഷേ റീസണബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടും. നമ്മുടെ 6ാമത്തെ കമ്പനിയിലേക്ക് പോകാം. നമ്മുടെ 6ാമത്തേതും അവസാനത്തേതുമായ കമ്പനിയാണ് ഇൻഫോ എഡ്ജ് ഇന്ത്യ ലിമിറ്റഡ്. ഇതിന് നൗക്രി എന്നുകൂടി പേരുണ്ട്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 23,078 കോടിയാണ്. 1,883 രൂപയാണ് ഇപ്പോഴത്തെ ഷെയർ പ്രൈസ്. ഈ കമ്പനിയും ഡെപ്റ്റ് ഫ്രീ കമ്പനി എന്ന് തന്നെ പറയാം. 4.87 കോടി മാത്രമേ ഡെപ്റ്റ് ഉള്ളൂ. ലാസ്റ്റ് ക്വാർട്ടറിലെ ഡെപ്റ്റ് 5.67 കോടിയായിരുന്നു. ഡെപ്റ്റ് അവർ കുറച്ചിട്ടുണ്ട്. ഒരു പ്രോബ്ലം ഉണ്ട് ഈ കമ്പനിക്ക്. പ്രൊമോട്ടർ അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. 0.11% ഹോൾഡിംഗ് ലാസ്റ്റ് ക്വാർട്ടറിനെ അപേക്ഷിച്ചിട്ട് ഈ ക്വാർട്ടറിൽ അവർ കുറച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ പ്രൊമോട്ടർ ഷെയർ സെല്ല് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല. ചിലപ്പോൾ കമ്പനിയുടെ വികസനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടിയും ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ പ്ലെഡ്ജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ വിൽക്കുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് വ്യക്തമല്ല. എനിവേ കമ്പനി ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ
ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം കൊടുക്കാത്ത 6 കമ്പനികളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഇനി ഭാവിയിൽ ഈ കമ്പനി നഷ്ടം കൊടുക്കില്ല എന്നില്ല, എന്ന് നിർബന്ധമൊന്നുമില്ല. മേ ബി നഷ്ടം കൊടുത്തേക്കാം. നമ്മൾ കഷ്ടകാലത്തിന് കയറുമ്പോഴായിരിക്കും ഷെയർ പ്രൈസ് താഴെ പോകുന്നത്. ലോങ് ടൈമിലേക്ക് SIP മോഡലുള്ള ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇതുപോലുള്ള കമ്പനികളിൽ വളരെ നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറയുമ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആവറേജ് പ്രൈസിനെ കഴിഞ്ഞും കമ്പനിയുടെ വില കൂടി നിൽക്കുമ്പം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ കൂടി ഒരു 10%, 15% എത്തുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം പിൻവലിക്കുക, വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, പുതിയ ഇൻവെസ്റ്റേഴ്സും ഒക്കെ വർഷങ്ങളോളം കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിലും നല്ല റിട്ടേൺ തന്നെ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.